ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വാൽവട്രോണിക് എക്സോസ്റ്റിന്റെ റിവ്യൂ ആണ്, അതായത് അൺബോക്സിംഗ് ആൻഡ് റിവ്യൂ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. ഇതിന്റെ ഇൻസ്റ്റാളേഷൻ അടുത്ത ദിവസത്തെ വീഡിയോസിനകത്ത് നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നത് നമ്മളെ ഏറ്റവും ലേറ്റസ്റ്റ് മോഡലായിട്ടുള്ള പോളോയിലാണ്. പോളോ 1 ലിറ്ററിലാണ് ചെയ്യുന്നത്, അതായത് TSAയിലാണ് ചെയ്യുന്നത്. 1 ലിറ്റർ TSA, അതേപോലെ തന്നെ GT സെയിം CC ആണ് വരുന്നത്, അതായത് 1000 CC തന്നെയാണ് വരുന്നത്. സെയിം പവറും കാര്യങ്ങളൊക്കെ തന്നെയാണ് വരുന്നത്. അപ്പം നമ്മൾ TSAയിലാണ് ചെയ്യുന്നത്. അപ്പോൾ TSAയിൽ പെട്രോൾ എഞ്ചിനാണ് നമ്മൾ ചെയ്യുന്നത്. 1 ലിറ്റർ പെട്രോൾ എഞ്ചിൻ മാത്രം. അത് ഒരുപാട് പേര് നമ്മൾ ചോദിക്കാറുള്ള ചോദ്യമാണ്, പെട്രോൾ വണ്ടിയിൽ മാത്രമേ വാൽവട്രോണിക് എക്സോസ്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ്. പെട്രോൾ വണ്ടിയിൽ മാത്രമേ നമുക്ക് എക്സോസ്റ്റ് ചെയ്താൽ നമുക്ക് പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടത്തുള്ളൂ. പക്ഷേ ഡീസൽ വണ്ടിക്കാതെ ചെയ്യാൻ നേരം നമുക്ക് റിസൾട്ട് കുറവാണ്. കാര്യം വെച്ചാൽ നമുക്ക് ചെയ്യാൻ പറ്റില്ല എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല, ചെയ്യാൻ പറ്റും. നമ്മൾ മുമ്പ് ഇപ്പോഴൊന്നും അല്ല, കുറേ നാൾക്ക് മുമ്പായിട്ട് നമ്മൾ എക്സോസ്റ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഡീസൽ വണ്ടി എക്യോസിലാണ് ചെയ്തത്. പക്ഷെ അതിനകത്ത് നമുക്ക് വളരെ മോശമായിട്ടുള്ള റിവ്യൂ ആണ്. കാര്യം വേറെ ഒന്നും ഇല്ല, അതിനകത്ത് സൗണ്ട് വളരെ കുറവായിരുന്നു. അതായത് നമ്മളെ നോർമൽ എക്സോസ്റ്റിനകത്ത് ഹോള് വീണാൽ എങ്ങനെ ഉണ്ടായിരുന്നു ആ ഒരു ഫീലിംഗ് സൗണ്ടായിരുന്നു എനിക്ക് ആ വണ്ടി. അതിനുശേഷം ഡീസൽ വണ്ടിക്ക് നമ്മൾ എക്സോസ്റ്റ് ചെയ്യൽ നടത്തിയതാണ്. വേറെ ഒന്നും കൊണ്ടില്ല, നമുക്ക് പ്രോപ്പറായിട്ടുള്ള റിസൾട്ട് കിട്ടത്തില്ല. അപ്പം നമ്മളെ വാൽവട്രോണിക് എക്സോസ്റ്റ് ആണ്. അപ്പോൾ ഇത് റെയ്മസ് ആണ്, ഡുവൽ ടിപ്പാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് റെയ്മസിന് എന്ത് റേറ്റ് കൂടുതൽ, പലയിടത്ത് പല റേറ്റാണ് വരുന്നതെന്ന് പറയാം. ഞാൻ എപ്പോഴും സ്റ്റോക്ക് കരുതിയിരിക്കില്ല. ശരിക്കും പറഞ്ഞാൽ സ്റ്റോക്ക് കരുതാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ പലപ്പോഴും പല റേറ്റാണ് വരുന്നത്. ഇന്നത്തെ ഈ ഒരു മന്തിൽ വന്നിരിക്കുന്ന റേറ്റ് നമുക്ക് 22,000 രൂപയാണെങ്കിൽ നെക്സ്റ്റ് വീക്കിൽ വരുന്നത് ചിലപ്പോൾ അതിന് ചിലപ്പോൾ കൂടാം, അതിന് ചിലപ്പോൾ കുറയാം. അപ്പോൾ ഞാനിപ്പം എൻ്റെ ഷോപ്പിലിരിക്കുന്ന സ്റ്റോക്ക് സാധനം ഒരു മന്തിനുള്ളിൽ പോയില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് മന്ത് നിങ്ങളിവിടെ വരാൻ ചോദിക്കും, ഈ സാധനം പഴയ സാധനം തന്നെയല്ലേ നിങ്ങൾ തന്നത്, ആ റേറ്റ് എന്താ വീണ്ടും കൂടിയാൽ ചോദിക്കും. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഇതിനൊന്ന് അൺബോക്സിന് മുമ്പായിട്ട് നമ്മുടെ ചാനലെല്ലാം മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകും. അപ്പോൾ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്കത് റെയ്മസിൻ്റെ ഫുൾ പാക്കറ്റാണ്, വൈറ്റ് ബോക്സിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്കിതിനകത്ത് ആദ്യം നമുക്ക് ഇതിൻ്റെ മെയിൻ കിറ്റാണ് വരുന്നത്. അതിൻ്റെ യൂണിറ്റും അതേപോലെ തന്നെ നമ്മളെ റിമോട്ടാണ് വരുന്നത്. പിന്നെ നമ്മളെ ഓസാണ്, വാൽവട്രോണിക്കിന് വാൾവ് വലിക്കാനായിട്ടുള്ള ഓസാണ്. ഓസ് നല്ല ക്വാളിറ്റിയുള്ള ഓസാണ്. പിന്നെ ഇത് നമുക്ക് നശിച്ചു പോയി കഴിഞ്ഞാൽ വേറെ ഓസും നമുക്ക് മേടിച്ച് സെറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ. പിന്നെ നമ്മളെ തീ തുപ്പുന്ന കണ്ടില്ല, പക്ഷെ നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇതാണ് നമ്മളെ റെയ്മസ് ഒറിജിനലാണ്. കാർബൺ ടിപ്പിങ് കാര്യങ്ങളെല്ലാം വരുന്നതാണ്. ഡുവൽ ടിപ്പാണ്. ഇത് പ്രോപ്പറായിട്ട് വർക്കാവും. നമ്മളെ ഈ വാൾവ് വർക്കാവുന്നത് ഈ ഒരു സംഭവം. ഇതിനകത്ത് എയർ ബാക്കിലോട്ട് വലിച്ചിട്ടുണ്ട്. എയർ അതായത് നമ്മളെ വാക്കവും വലിച്ചിട്ടാണ് വരുന്നത്. അതായത് വാക്കവും വലിക്കുന്നത് ബാക്കിലോട്ട് എയർ വലിക്കുകയാണ് ചെയ്യുന്നത്. എയർ റിലീസ് ആവാൻ നേരത്ത്, അതായത് എയർ പുറത്തോട്ട് തള്ളാൻ നേരത്താണ് നമുക്ക് വാൾവ് ക്ലോസ് ആവുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ മെത്തേഡ് വരുന്നത്. ഓപ്പണും കണ്ടില്ലേ. അപ്പം ഇതിനകത്ത് വരുന്ന ഒരു ഐറ്റം ഇതാണ്. പിന്നെ നമ്മളെ ഓസ്. അപ്പോൾ നമ്മളെ വാൽവട്രോണിക് എക്സോസ്റ്റിൻ്റെ മെയിൻ യൂണിറ്റ് ആണ് കേട്ടോ. ഇതാണ് നമ്മളെ വാൽവട്രോണിക് എക്സോസ്റ്റിൻ്റെ വാൽവ് ഓൺ ആക്കണോ അതോ ഓഫ് ആക്കണോ എന്നൊക്കെ തീരുമാനിക്കുന്ന മെയിൻ യൂണിറ്റാണ് നമ്മൾ ഈ ഒരു ബോക്സിൽ വന്നിരിക്കുന്നത്. ആ കണ്ടില്ലേ, ഇത് ബ്ലൂ കളർ ബോക്സ്. പക്ഷെ ശരിക്കും പറഞ്ഞാൽ ഈ ബോക്സിനേക്കാളും നമുക്ക് ബെറ്റർ ആയിട്ട് വരുന്ന കമ്പനി സ്റ്റോക്ക് വാക്കോൺ എടുക്കുന്നതായിരിക്കും നമുക്ക് ബെറ്റർ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കംപ്ലയിൻസ് കുറവാണ് വരുന്നത്. അതേപോലെ തന്നെ നമ്മളെ ഈ ഒരു വാക്കോൺ ബൂസ്റ്റർ കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, റിപ്പയറിങ് ഒന്നും പറ്റത്തില്ല. അതാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. പിന്നെ ഒരുപാട് പേര് ചോദിക്കുക വാറണ്ടി കൊണ്ടുവന്ന്, വാറണ്ടി കാര്യങ്ങളോ ഒന്നും തന്നെ നമ്മൾ വാൽവട്രോണിക് എക്സോസ്റ്റിലില്ല. പിന്നെ നമ്മൾ ഫിറ്റ് ചെയ്യുന്ന നേരത്ത് നമ്മൾ ജസ്റ്റ് ഒരു നമ്മളൊരു അതിന് വേണ്ടി നമ്മൾ വാറണ്ടി കാര്യങ്ങളൊക്കെ പറയും. ജസ്റ്റ് ഒരു 3 മന്ത് അല്ലെങ്കിൽ 2 മന്ത് ഒക്കെ നമ്മൾ വാറണ്ടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മെയിൻ യൂണിറ്റാണ് ഈ ഒരു സംഭവം. അപ്പോൾ ഇതിനകത്ത് കുറേ ഐറ്റംസുകളുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മളെ ഓസ് കണക്ട് ചെയ്യാനുള്ള, അതായത് ബ്ലൂ കളർ ഓസ്, നമ്മളിരിക്കുന്ന ഓസ്, ഈ ഒരു ഓസ് കണക്ട് ചെയ്യാനുള്ളൊരു സെറ്റപ്പാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. അത് നമ്മൾ ഇതിൻ്റെ പഞ്ച് ചെയ്യണം. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്യുന്നതിൻ്റെ ഫുൾ വീഡിയോസ് ഞാൻ നാളെ നമ്മളെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ സെറ്റ് ചെയ്യുന്നത്. കാര്യം നമ്മൾ പോളോയിലാണ് സെറ്റ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞില്ല. അപ്പം നമ്മൾ അതിനകത്ത് സെറ്റ് ചെയ്തിടത്തിൻ്റെ ഫുൾ വീഡിയോസും കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. പിന്നെ അതിൻ്റെ കൂടെ ഒരു സ്പ്ലിറ്റർ വന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഇതിനകത്ത് സ്പ്ലിറ്ററിൻ്റെ ആവശ്യമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു എക്സോസ്റ്റിനകത്ത് സ്പ്ലിറ്ററിൻ്റെ ആവശ്യമില്ല. അല്ലെങ്കിൽ കമ്പനി സ്റ്റോക്ക് വാക്കോണിലൊക്കെ കൊടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു എക്സോസ്റ്റിൻ്റെ ആവശ്യം, ഈ ഒരു സ്പ്ലിറ്ററിൻ്റെ ആവശ്യമുണ്ട്. പിന്നെ ഇതിൻ്റെ കണക്ട് ചെയ്യാനുള്ള നമുക്ക് സിഗരറ്റ് ഹോൾഡറിൽ കൊടുക്കാനായിട്ടുള്ള ഒരു പോർട്ടാണ് വന്നിരിക്കുന്നത്. നിങ്ങളതിൻ്റെ കഴിഞ്ഞ വീഡിയോസിലൊക്കെ കണ്ടാൽ നിങ്ങൾക്ക് അറിയാം. കാര്യം നമ്മുടെ കമ്പനി വാക്വം കൊടുത്തതിന് ശേഷം നമ്മൾ ഡയറക്റ്റ് ഇഗ്നീഷൻ കൊടുത്തിടാറാണ് പതിവ്. കാര്യം നമുക്ക് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഓണാക്കാനും ഓഫാക്കാൻ സാധിക്കും. ഇത് നമുക്ക് പ്രോപ്പറായിട്ട് വേണമെങ്കിൽ നമുക്ക് ഊരി മാറ്റാനും വേറൊരു വണ്ടിയിൽ ഇൻസ്റ്റാൾ ചെയ്യാനും ഈ ഒരു സംഭവം എളുപ്പമുള്ളൊരു കേസാണ്. പക്ഷേ നമ്മളെ കമ്പനി സ്റ്റോക്ക് വാക്കണം അങ്ങനെ എളുപ്പമുള്ള കേസ്, ഇച്ചിരി ചടങ്ങ് പണിയാണ്. അപ്പോൾ ഇത് ജസ്റ്റ് ഇത് അതിനകത്ത് കണക്ട് ചെയ്യണം. കണക്ട് ചെയ്തതിന് ശേഷം ഇവിടെ ബോട്ടുണ്ട്, ഇത് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ഈ ഒരു സംഭവം പ്രോപ്പറായിട്ട് വർക്കാവും. പിന്നെ ഇതിനകത്ത് റെഡ് കളർ ലൈറ്റ് ആയിരിക്കും വരുന്നത്. റെഡ് മാറി ബ്ലൂവിലോട്ട് വരും, ബ്ലൂ അല്ല ഗ്രീനിലോട്ട് കൺവെർട്ട് ആവുകയും ചെയ്യും ഇതിനകത്ത് സംഭവം. ഞാനിത് ശരിക്കും പറഞ്ഞാൽ ഓണാക്കി വെക്കില്ല. കുറച്ച് നാളായി ഞാൻ റെയ്മസിൻ്റെ വീഡിയോസൊക്കെ ചെയ്തിട്ട്. അപ്പോൾ പുതിയ അപ്ഡേഷൻ വല്ലതും ഉണ്ടാകുന്ന എനിക്ക് കറക്റ്റ് അറിയത്തില്ല കേട്ടോ. അപ്പോൾ ഇതിൻ്റെ വേറെ അപ്ഡേഷനും കാര്യങ്ങളൊന്നും ഇതിനകത്ത് കാണിച്ചിട്ടില്ല പ്രോപ്പറായിട്ട്. പിന്നെ നമുക്ക് ഇതിൻ്റെ കൂടെ ഒരു ആൻറ്റിന വന്നിട്ടുണ്ട്. അത് നമ്മളെ
റിമോട്ടിനെ സെൻസ് ചെയ്യാനുള്ള ആൻറ്റിനാണ്, അതായത് റിമോട്ടിൻ്റെ റേഞ്ച് എടുക്കാനായിട്ടുള്ള ആൻറ്റിനാണ് ഇത്. പക്ഷേ വണ്ടിയുടെ ഉൾഭാഗത്ത് വണ്ടിയുടെ പുറഭാഗത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓൺ ആക്കിയാലും ഓഫ് ആക്കാനും സാധിക്കും. കാര്യം പൊതുവെ എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാണ്, ഈ ഒരു യൂണിറ്റിനകത്ത് നമ്മൾ വണ്ടിയുടെ ഉൾഭാഗത്തല്ലേ വയ്ക്കുന്നത്, ഇതിൻ്റെ റേഞ്ച് എത്രത്തോളം എടുക്കും എന്നാണ് ചോദിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു യൂണിറ്റ് നമ്മളെ ഡിക്കിയിലായിരിക്കും നമ്മൾ സെറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ സീറ്റിൻ്റെ അടിയിൽ സെറ്റ് ചെയ്യും. അപ്പോൾ ഓരോ വണ്ടിയിലും ഓരോ രീതിയിലാണ് സെറ്റ് ചെയ്യുന്നത്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ ഒരു യൂണിറ്റും ഈ ഒരു ഓസും വണ്ടിയുടെ ഉൾഭാഗത്ത് വെക്കാൻ നേരത്തുള്ള കേസ് ഇതിൻ്റെ നോയ്സ് വരും. ഇത് ഓൺ ആവുന്നതിൻ്റെ നോയ്സ് ഉണ്ട്, അത് പ്രത്യേക നോയ്സാണ് വരുന്നത്. അതാണ് ഞാൻ ഇതിനകത്ത് വേറൊരു കേസ് ആയിട്ട് പറഞ്ഞത്, നമ്മളെ കമ്പനി സ്റ്റോക്ക് ആക്കണം നമുക്ക് ബെറ്റർ എന്ന് പറഞ്ഞു. പിന്നെ നമുക്ക് 2 റിമോട്ട് വരുന്നുണ്ട് ഇതിൻ്റെ കൂടെ ആയിട്ട്, കണ്ടില്ലേ 2 റിമോട്ട് വരും. പിന്നെ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് നമുക്ക് പല മോഡിൻ്റെ സൗണ്ട് ആക്കാൻ പറ്റൂല. പല മോഡിലെ സൗണ്ട് ആക്കാൻ പറ്റുന്നത് വേറെ മോഡല്ല, നമ്മളെ വാൾവ് പകുതി ക്ലോസ് ആയും അതേ ഫുള്ള് ക്ലോസ് ആയും അത് ഹാഫ് മുക്കാൽ ഭാഗം വെച്ച് ക്ലോസ് ആയി നിർത്താനായിട്ടുള്ള ഓപ്ഷൻ ഉള്ളതുണ്ട്. പക്ഷേ അത് എടുക്കാൻ തരത്തിലുള്ള കേസ് എന്ന് വെച്ചാൽ നമ്മളെ വാക്കപ്പ് കംപ്ലൈൻറ്റ് ആവാൻ ചാൻസ് കൂടുതലുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഒരുപാട് പേര് ചോദിക്കാൻ നേരത്ത് ഞാൻ അത് പ്രൊവൈഡ് ചെയ്യുന്നതിൻ്റെ കാര്യം, അതിനെക്കുറിച്ചും പ്രൊമോട്ട് ചെയ്യുന്നതിൻ്റെ കാര്യം, മെയിൻ കാര്യം അതുകൊണ്ടിട്ടാണ്. അപ്പോൾ ഇതാ നമ്മളെ സംഭവം എന്തായാലും നമ്മളിവിടെ ഞാൻ തിരിച്ച് പാക്ക് ചെയ്ത് വെച്ചിട്ട് എനിക്ക് നാളെ ഈ സംഭവം ഫുള്ളായിട്ട് സെറ്റ് ചെയ്യാനായിട്ടുണ്ട്. നമ്മളെ പോളോയിൽ സെറ്റ് ചെയ്യണം. അപ്പോൾ എൻ്റെ ഫുൾ സെറ്റ് ചെയ്യുന്നതിൻ്റെ ഫുൾ വീഡിയോസ് ഞാൻ നമ്മളെ ചാനലിൽ അപ്ലോഡ് ചെയ്യും. അങ്ങനെയൊന്നും നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കണം. ഫുൾ വീഡിയോസ് പോളോയിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് എന്നൊക്കെ ഉള്ള ഞാൻ ഫുള്ളായിട്ട് ഞാൻ കാണിക്കണം. അപ്പോൾ നമ്മളെ കിടക്കാച്ചി ഐറ്റം ഇവനാണ്. അപ്പോൾ ഇവനാണ് നമ്മളെ ശരിക്കും പറഞ്ഞാൽ തീർക്കുന്നത് ഉണ്ടാവും. ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിന് ഫയറും വരും. അപ്പോൾ നമ്മൾ പോളോയ്ക്കകത്ത് ഫുള്ളായിട്ട് നമ്മൾ ത്രൂ ഔട്ട് ചെയ്യുന്നില്ല, ജസ്റ്റ് നമുക്ക് സൗണ്ടിന് വേണ്ടി മാത്രമാണ് നമ്മൾ പോളോയ്ക്കകത്ത് സെറ്റ് ചെയ്യുന്നത്. അതായത് നമുക്ക് ഫുൾ ഫയറിങ്ങും അങ്ങനെ ഒന്നും ഒരു ഐറ്റംസ് ആയിട്ട് ചെയ്യുന്നില്ല. അപ്പം ഫയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫുൾ ത്രൂ ഔട്ട് ചെയ്യണം. അതായത് നമ്മൾ കറക്റ്റ് പറഞ്ഞാൽ നമ്മൾ സൈലൻസറിൽ ഇടുന്ന ഫുൾ സ്റ്റീലായിട്ട് വരുന്ന എക്സ്പോസ്റ്റ് പൈപ്പ് ഉണ്ട്, ആ പൈപ്പ് മേടിച്ച് കട്ട് ചെയ്ത് ബെൻഡ് ചെയ്ത് വേണം നമുക്ക് സെറ്റ് ചെയ്യാൻ. എങ്കിൽ മാത്രമേ നമുക്ക് കറക്റ്റ് ഫയറിംഗ് ആയിട്ട് വരത്തുള്ളൂ. അത് ഫുള്ള് ഹെറ്റർ അടിച്ച് തന്നെ ഇറക്കിയ വേണം. അപ്പോൾ അതാ അപ്പോൾ സംഭവം കണ്ടില്ലേ, എങ്ങനെയുണ്ട് എടുക്കാച്ചില്ലേ. അപ്പം ഇതിൻ്റെ വീഡിയോസ് ഇവിടം വരെയുള്ളൂ. അപ്പോൾ നമ്മുടെ അടുത്ത പാർട്ട് നെക്സ്റ്റ് ഡേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.